ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വിശേഷം വേറെ ഒന്നുമല്ല, എൻ്റെ വളകാപ്പ് സെറമണിക്ക് മുമ്പായിട്ട്, അതായത് എൻ്റെ 7th മന്ത് സെറമണിക്ക് മുമ്പായിട്ടുള്ള ഒരു ചെറിയൊരു പർച്ചേസിങ്ങിനാണ്. എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, ഞങ്ങൾക്ക് ലാസ്റ്റ് മിനിറ്റിലൊക്കെയാണ് പർച്ചേസിങ്ങിനായിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞങ്ങൾക്ക് ഗ്യാസ് എടുക്കാൻ വേണ്ടിയാണ് പോയത്. നാളത്തെ കുക്കിങ്ങിനും കാര്യത്തിനൊക്കെ വേണ്ടി ഗ്യാസ് വേണമെന്ന് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അച്ഛൻ ഒരു സൈഡിൽ നിന്ന് രാവിലെ തന്നെ പർച്ചേസിങ്ങിന് ഇറങ്ങി. അത് കഴിഞ്ഞ് ഞങ്ങളൊരു 11 മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അഖിലിന് മേളം ഉള്ളതുകൊണ്ട് ഞങ്ങൾ തലേദിവസമാണ് എല്ലാത്തിനും വേണ്ടി ഇറങ്ങിയിട്ടുള്ളത്. എന്തായാലും ആ ഒരു ദിവസം എന്തായാലും നന്നായിട്ട് ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ച് അപ്പം ആദ്യം തന്നെ തലമുടി വെട്ടാനായിട്ടാണ് പോയത്. പിന്നെ ഈ സമയത്ത് ത്രെഡിങ് ഒന്നും എനിക്ക് ചെയ്തുകൂടല്ലോ, അങ്ങനെ ഞാൻ ത്രെഡൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. ഫേഷ്യൽ അങ്ങനെയൊന്നും ചെയ്തില്ല, ഞാൻ തന്നെയാണ് മേക്കപ്പും കാര്യങ്ങളും എല്ലാം വേണ്ടി. അപ്പോൾ ഞങ്ങൾ തലമുടി വെട്ടി പിന്നീട് വൈകിട്ടാകുമ്പോൾ പിന്നീട് ഒരുപാട് സമയം താമസിക്കും. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് ചാലയിലോട്ടാണ്. വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയി. അവിടെ പോയപ്പോഴാണ് ഞാൻ നോക്കിയപ്പോൾ അഖിലിങ്ങനെ മാനത്തോട്ട് നോക്കി നിൽക്കുന്നു. വേറെ ഒന്നുമല്ല, അവിടെ പ്രാവിനെ ഏതോ ഒരു കൂട്ടിൽ നിന്ന് പറത്തിയിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ നോക്കിയിട്ട് എൻ്റെ അടുത്ത് മുകളിലോട്ട് നോക്കിയിട്ട് നോക്കുന്നു പറഞ്ഞുകൊണ്ടിരുന്നു. എനിക്കത് നോക്കിയിട്ടൊന്നും മനസ്സിലായില്ല. പിന്നെ കുറേ നേരം അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ സാധനവും വാങ്ങിച്ചിട്ട് പിന്നെ കുറച്ച് പൂജാ സാധനങ്ങളും അങ്ങനത്തെ പലചരക്ക് ഐറ്റംസും അങ്ങനെയൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കുപ്പിവള വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നാണ് ഇങ്ങനെ കൊണ്ടുവരേണ്ടത്. അപ്പോൾ അമ്മ പറഞ്ഞു, നിങ്ങൾക്ക് കൈക്ക് നല്ല ലൂസായിട്ടുള്ള രീതിയിൽ നിങ്ങൾ വാങ്ങിച്ച് വെക്കുന്നത്. അങ്ങനെ പൈസ ഓൾറെഡി തന്നിട്ട് ഞാൻ എനിക്കും അനിയത്തിക്കും വേണ്ടിയിട്ടുള്ള കുപ്പിവള ഈസ്റ്റ് തൊട്ട് നിന്ന് പോയി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. റെയിൻബോ വളയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ ആദ്യമേ ഇങ്ങനെ സാധാ കുപ്പിവള മതി എന്നുള്ള ഇതിലാണ് പോയത്. അവിടെ പോയിട്ട് പിന്നെ വാങ്ങിച്ചില്ല. അപ്പോൾ ഒരു ഡസൻ 40 രൂപയാണ്. അപ്പോൾ അങ്ങനെ അത് വാങ്ങിച്ചു. അതെല്ലാം വാങ്ങിച്ച് വീട്ടിൽ വന്നിട്ട് പിന്നെ വൈകിട്ടായപ്പോൾ ഞങ്ങൾ കല്യാണ ഡ്രസ്സാണല്ലോ ഈ 7th മന്ത് സെറമണിക്ക് ഇടുന്നത്. അപ്പോൾ അത് നോക്കിയപ്പോൾ അഖിലിന് ഷർട്ട് ഒട്ടും കയറുന്നില്ല, ചെസ്റ്റിൻ്റെ അവിടെ ഭയങ്കര ടൈറ്റ്. അങ്ങനെ ഞങ്ങൾ വേറൊരു ഷർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് രാത്രി തന്നെ ആർക്കിയിലോട്ട് പോയി. പിന്നെ പോയിട്ട് തിരിച്ച് വന്നപ്പം ഞങ്ങൾ ഈ ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് വാഴയിലൊക്കെ വെട്ടിയിട്ട് അത് ഞങ്ങളുടെ ഫ്രണ്ട്സ് തന്നെ എല്ലാവരും ഇതൊക്കെ വെട്ടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വീട്ടിൽ എത്തിയപ്പോൾ തന്നെ ഏകദേശം ഒരു 10 മണി കഴിഞ്ഞു. അങ്ങനെ പിന്നെ അതിന് ശേഷം ഇതൊക്കെ ഈ ഇലയൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, ചെവിലൊക്കെ ഫിക്സ് ചെയ്ത്. പിന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് പോയപ്പോൾ തന്നെ 1 മണിയായി. അപ്പോൾ അന്ന് രാത്രി അവിടേക്ക് ക്ലീൻ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ക്ലീൻ ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. അച്ഛനും അമ്മയും കിടന്ന് പിന്നെ ഞാനും അഖിലും ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഞങ്ങളെല്ലാം ഇതും കഴിഞ്ഞപ്പോൾ 1 മണിയായി. പിന്നെ വേഗം പോയി കിടക്കാമെന്ന് വിചാരിച്ചു. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അതുപോലെ രാവിലെ തന്നെ പൊങ്കാലിടണം. നമുക്കിവിടെ ട്രിവാൻഡ്രത്ത് വൈറ്റിപ്പൊങ്കാലുണ്ട്, അപ്പോൾ അതിടണം. പിന്നെ അതുപോലെ രാവിലെ അച്ഛനും കൊച്ചിനൊക്കെ കൂടിയാണ് ഫുഡൊക്കെ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർക്കും രാവിലെ തന്നെ എണീക്കണം. അപ്പോൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾ പോയി കിടന്ന് ഉറങ്ങാനുള്ളത് നോക്കി. അപ്പം അത്രയേ ഉള്ളൂ വീഡിയോ. ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.